ഹാഷ്മി, എറണാകുളം ടൗൺ ഹാളിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് ബി ദിലീപ്കുമാർ ശ്രീനിവാസന്റെ ഭൗതിക ശരീരം ഇവിടെ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചത്. ടൗൺ ഹാളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറേയധികം ആളുകൾ, നാട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക്, സാധാരണക്കാർ, സിനിമാ മേഖലയിലെ പ്രവർത്തകർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കും. നേരത്തെ നമ്മൾ അദ്ദേഹത്തിന് അവിടുത്തെ വീട്ടിൽ നിന്നപ്പോഴും അങ്ങോട്ടേക്ക് അവിടുത്തെ ധാരാളമായി ഒരുപാട് മനുഷ്യന്മാർ അദ്ദേഹത്തെ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അപ്പോൾ രഞ്ജിത്ത് പണിക്കർ അവിടുന്ന് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ അവിടെ വീടിരിക്കുന്ന സ്ഥലം കുറച്ച് ഈ റോഡൊക്കെ ചെറിയ ഇടുങ്ങിയ റോഡുള്ള സ്ഥലമാണ് ആ വീട്ടിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് ഇങ്ങ് ടൗൺ ഹാളിലേക്ക് ആളുകൾ ധാരാളമായി എത്തുന്നതാകും നല്ലത്. അവസാനം വരുന്നു കാണേണ്ടവർ ടൗൺ ഹാളിലേക്ക് ആകും നല്ലത് എന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരം ഇപ്പോൾ തന്നെ സ്വാതി അങ്ങോട്ടേക്ക് നോക്കിയാൽ അവിടെ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വരുന്നു കാണാൻ എത്തിയവരുടെ നീണ്ട നിര ഇപ്പോൾ തന്നെ ക്യൂ ആയി അവിടെ രൂപപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസം മുമ്പ് ഇങ്ങോട്ടേക്ക് എത്തി. മന്ത്രിമാർ ഇവിടെ ഉണ്ട്. മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരമർപ്പിച്ച് നേരത്തെ മടങ്ങിയിരുന്നു. ഇപ്പോൾ തന്നെ കുറേയധികം ആളുകൾ നേരത്തെ തന്നെ ശ്രീനിവാസൻ ഇങ്ങോട്ടേക്ക് എത്തും. കാര്യം അത്രത്തോളം മലയാള സിനിമയിൽ സാധാരണക്കാരന്റെ ഭാഷ സംസാരിച്ചു, അല്ലെങ്കിൽ ശ്രീനിവാസന്റെ സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ആ സാധാരണത്വം ആണെന്ന് ഉറപ്പായും പറയാം. ഇത്തരത്തിൽ പല ഘട്ടത്തിൽ ജീവിത പ്രസിദ്ധി അനുഭവിക്കുന്ന മനുഷ്യന്റെ, അല്ലെങ്കിൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിൽക്കുന്ന മനുഷ്യന്റെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നാൽക്കലകളിൽ നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥകളൊക്കെ വളരെ സരസമായി, വളരെ ലളിതമായി മലയാള സിനിമയിൽ പറഞ്ഞു വെച്ച ആ നടനെ, ആ സംവിധായകനെ, തിരക്കഥാകൃത്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ശ്രീനിവാസനെ നോക്ക് കാണാൻ വേണ്ടിയാണ്. എവിടെയുള്ള ചൊവ്വരയാണ്. ചൊവ്വര ശ്രീനിവാസന്റെ സിനിമകളൊക്കെ മറക്കാൻ പറ്റുമോ അല്ലേ? അതെ, നല്ലൊരു സിനിമകളൊക്കെ ഏതെങ്കിലും കാലത്ത് മറക്കാൻ പറ്റുമോ? അതെ, ഇല്ലടാ, ശ്രീനിവാസ സിനിമകളൊക്കെ ഏതെങ്കിലും കാലത്ത് മറക്കാൻ പറ്റും. ചിന്താവിഷയമാണ്. അതെ, ഭയങ്കര സ്പർശമല്ലേ വരവേൽപ്പ്. ഒരു കാലത്തും ശ്രീനിവാസന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ശ്രീനിവാസന്റെ വിടപറയിൽ വാർത്ത പറയുമ്പോഴാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു ചെറിയ പുഞ്ചിരി ഉണ്ടായി പോകും. അതുതന്നെയാണ്, അതെല്ലാ കാലത്തേക്കുമുള്ള പുഞ്ചിരിയാണെന്ന് ഉറപ്പായും പറയാം. കാര്യം സാധാരണ ചിലപ്പോൾ ബി ദിലീപ്കുമാർ പഴയ കാലത്തെ സിനിമകളൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ജെൻസി എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ പഴയ കാല സിനിമകളുടെ ഈ പറഞ്ഞ കോമഡികൾ ഒരുപക്ഷെ വർക്കൗട്ട് ആവാത്തൊരു സാഹചര്യമുണ്ട്. ശ്രീനിവാസൻ സിനിമകൾ അങ്ങനെയല്ല. ശ്രീനിവാസൻ സിനിമകളിലെ തമാശകൾ ഇന്നലെ കണ്ടാലും എത്ര ഇപ്പോൾ ഈ സന്ദേശം സിനിമ തന്നെയാണ് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്താണ് നിൽക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ എന്തുകൊണ്ട് ജയിച്ചു, എന്തുകൊണ്ട് തോറ്റു എന്നൊക്കെ വിലയിരുത്തൽ നടത്തുകയാണ്. ആ വിലയിരുത്തൽ കാലത്തൊന്നും സന്ദേശം സിനിമയിലെ ഏതെങ്കിലും ഒരു സിനിമയുടെ സീൻ ട്രോളായോ അല്ലാതെയോ ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ വാർത്ത വായിക്കുമ്പോൾ പോലും നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നൊക്കെ ഇങ്ങനെ എന്താണ് ശ്രീനിവാസൻ ഡയലോഗ് ഓർപ്പിക്കുന്ന രീതിയിലുള്ള നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഓർക്കാതെ ആ സിനിമ ഒരു കാലം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെ ഓർക്കപ്പെടാതെ പോകുന്നില്ല. അതുമാത്രമല്ല, എല്ലാ സിനിമകളും ഇനി ഓരോന്നോരോന്നോരായി ഓരോ സിനിമ എടുത്താലും ആ സിനിമകൾ ഏതെങ്കിലും ഒരു സീനെങ്കിലും നമ്മൾ കാണാത്ത ഒരൊറ്റ ദിവസം പോലും കേരളത്തിലില്ല എന്ന് ഉറപ്പായും പറയാം. അപ്പം അത്രത്തോളം ആഴത്തിൽ സ്വാധീനമുണ്ടാക്കിയ, അത്രത്തോളം കാലിക പ്രസക്തമായത് ഈ സന്ദേശം സിനിമ. ഹാഷ്മി, അദ്ദേഹത്തിന്റെ സിനിമകൾ കാലിക പ്രസക്തിയുള്ളതായിരുന്നു, കാലാതിവർത്തിയായിരുന്നു, എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഹാഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ സന്ദേശം, അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ കാലിക പ്രസക്തിയുള്ള സിനിമയായിരുന്നു വരവേൽപ്പ്. പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആ സിനിമയെക്കുറിച്ച് ഒരിക്കൽ കൊച്ചിയിൽ വെച്ച് കേരള ആഗോള നിക്ഷേപക സംഗമത്തിൽ ഈ സിനിമ പരാമർശിച്ചതാണ്. അങ്ങനെ വളരെ കാലാതീതമായി നിൽക്കുന്ന സിനിമകൾ, അതൊക്കെ എത്രയോ കാലം മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയ ചിത്രങ്ങൾ കൂടിയായിരുന്നു ശ്രീനിവാസൻ്റേതെന്ന് ഇപ്പോഴും പലരും ഓർമ്മിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.